അപ്പോൾ 2 നാമങ്ങളാണ് നമുക്ക് രാത്രി കിടക്കാൻ നേരത്ത് ജപിക്കാനായിട്ട് പര്യാപ്തമായത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ രാത്രി വരെ ചെലവഴിച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രിയാവും. അപ്പോൾ രാത്രിയാകുമ്പോൾ സാധാരണ സന്ധ്യ കഴിഞ്ഞ് നമ്മൾ വന്ന് രാത്രി വരുമ്പോൾ ഒരു ശരീരശുദ്ധി വരുത്തണമെന്നാണ്. അന്തരീക്ഷത്തിൽ ഉള്ള പൊടിപടലങ്ങളും എല്ലാം നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞ ഒരു ശരീരശുദ്ധി വരുത്തിയിട്ട് നേരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഇപ്പോൾ രാത്രിയിലും പകലും ദേവതമാരുണ്ട്. അപ്പോൾ രാത്രിയിൽ ഉള്ളതായിരിക്കുന്ന ദേവതമാരെ വന്ദിക്കണം എന്നാണ്. പകൽ ദേവതമാരുണ്ട്, പ്രഭാത ദേവതമാരുണ്ട്, രാത്രി ദേവതമാരുണ്ട്. അപ്പോൾ രാത്രി ദേവതമാരെ വന്ദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ നേരെ ജപിക്കുന്നതായിരിക്കുന്ന മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പഞ്ചാക്ഷര മന്ത്രമാണ്. കാരണം എപ്പോഴും നമ്മുടെ ആ ഇത് വരുന്ന സമയത്ത് ശിവപാർവതിമാരും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് നേരെ പഞ്ചാക്ഷരം ജപിക്കുമ്പോൾ നേരെ ദേവിയും ദേവനും പ്രസാദിക്കണം. ശിവപാർവതിമാരാണ് നമ്മുടെ മുമ്പിൽ, നമ്മുടെ ശിരസിന് മുകളിൽ ഇങ്ങനെ ഒരു താങ്ങായിട്ട് നമുക്ക് നിൽക്കുക. അപ്പം അതുകൊണ്ട് നേരെ ശിവനെയും പാർവതിയാണ്, കാരണം കുടുംബനാഥയാണ്, അപ്പോൾ കുടുംബത്തിൻ്റെ രക്ഷയാണ്. ശിവനെയും പാർവതിയെയാണ് നേരെ നമ്മൾ ആരാധിക്കുക. അപ്പം അതിന് സാധാരണഗതിക്ക് എന്താണ്? ശിവന്റെയും പാർവതിയുടെയും മന്ത്രങ്ങളുണ്ട്. നമശിവായ എന്ന് പറഞ്ഞാൽ ശിവന്റെ മന്ത്രമാണെങ്കിൽ നമശിവായ എന്ന് പറഞ്ഞാൽ പാർവതിയായി. അതാണ് ശിവപാർവതി മന്ത്രം എന്ന് പറയാ. നമശിവായേജ നമശിവായ, നമശിവായേജ അതാണ് അർദ്ധനാരീശ്വര മന്ത്രമാണ്. അപ്പോൾ നമശിവായേച്ച നമശിവായ എന്ന് പറയും. അപ്പോൾ ശിവനുമായി പാർവതിയായി, അതാണ് അർദ്ധനാരീശ്വര മന്ത്രം വരിക. അപ്പോൾ ശിവപാർവതിമാരാണ് നമ്മുടെ മുമ്പിൽ, നമ്മുടെ തലയ്ക്ക് മീതെ രാത്രിയിൽ ഉണ്ടാകുന്നത്. അപ്പം അതാണ് നേരെ നമശിവായേജ നമശിവായ എന്ന് പറയാം. ശിവനും പാർവതിക്കും നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത്. അതാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടതായിരിക്കുന്ന, അങ്ങനെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം നമ്മളത്. മറ്റൊന്നെന്താണ്? മറ്റൊന്ന് നേരെ നിരന്തരമായിരിക്കുന്ന നേരെ രാമനാമം ജപിച്ചുറങ്ങാം എന്നാണ്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ നേരെ രാമനാമം ജപിക്കണം എന്ന് പറയും. സന്ധ്യയ്ക്കാണ് രാമനാമം, സന്ധ്യ കഴിഞ്ഞിട്ട് രാമനാമം ജപിച്ചിട്ട് രാമ 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 എന്ന് ജപിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ രാമനാമം ജപിക്കുമ്പോൾ നമ്മുടെ രക്ഷയ്ക്കായിട്ട് ആഞ്ജനേയ സ്വാമികൾ വരും എന്നാണ്. സന്ധ്യ കഴിഞ്ഞുള്ള നേരം കഴിഞ്ഞാൽ പിന്നെ ആഞ്ജനേയ സ്വാമികൾ അന്തരീക്ഷത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് നേരെ രാമ 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 എന്നിങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ നേരെ അപ്പോൾ അത് ഒന്നുകിൽ ഹരേ രാമ ആകാം, അല്ലെങ്കിൽ രാമ എന്നാകാം. ജപിച്ചു കഴിഞ്ഞാൽ നേരെ ആഞ്ജനേയൻ നമ്മളെ കാത്തുരക്ഷിക്കും എന്നുള്ളതാണ്. അപ്പം ആഞ്ജനേയൻ അവിടെ ഉണ്ടെങ്കിൽ മറ്റ് ശത്രുക്കളും മറ്റ് ബാധകളും ഒന്നും വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ എപ്പോഴും അത് ചെയ്യാം എന്നാണ്. അപ്പോൾ ഒന്ന് നേരെ നമശിവായേജ നമശിവായ, അതാണ് നമുക്ക് സർവ്വസ്വീകാര്യം. രാമ എന്ന് ജപിച്ചാൽ നേരെ അപ്പോൾ ആഞ്ജനേയൻ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും, അപ്പോൾ ആഞ്ജനേയൻ നമ്മളെ രക്ഷിച്ചു കൊള്ളും എന്നുള്ളതാണ്. അതാണ് ഒരു മാർഗം. അപ്പോൾ 2 നാമങ്ങളാണ് നമുക്ക് രാത്രി കിടക്കാൻ നേരത്ത് ജപിക്കാനായിട്ട് പര്യാപ്തമായത്. പ്രഭാതത്തിലാണ് നാരായണ മന്ത്രങ്ങൾക്ക് തന്നെ ജപിക്കുന്നത്. രാത്രി കിടക്കുമ്പോൾ നമശിവായേജ നമശിവായ എന്ന് ജപിച്ചാൽ ശിവനും പാർവതിയും നമ്മുടെ അടുത്തുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ രാമ 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 എന്ന് ജപിച്ചു കഴിഞ്ഞാൽ നേരെ രാമ 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 എന്നിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ സാക്ഷാൽ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടാവും. ഹനുമാൻ നമ്മുടെ ആ രക്ഷകനായിട്ട് എപ്പോഴും സദാ കുടികൊള്ളും. അതാണ് നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ചൊല്ലാവുന്നതായിരിക്കുന്ന മന്ത്രം. അപ്പോൾ എല്ലാം ശുദ്ധമായിട്ട് വേണം ജപിക്കാൻ. ശരീരം ശുദ്ധി വേണം, കിടക്ക തന്നെ ശരിയായിട്ട് ശുദ്ധമായിട്ട് വിരിക്കണം. അപ്പം അങ്ങനെ ശുദ്ധമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ വേണം അത് ജപിക്കാനായിട്ട്. രാത്രി മന്ത്രജപത്തോടു കൂടിയിട്ട് നാമജപത്തോടുകൂടി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കുന്ന ഒരു രാത്രി ഉണ്ടാവും. ദുസ്വപ്നങ്ങൾ കാണില്ല. അപ്പോൾ നമ്മൾ സുസ്വപ്നങ്ങൾ ഉണ്ടാവുന്ന, ദുസ്വപ്നങ്ങളില്ലാതെ സുസ്വപ്നങ്ങൾ വീണ്ടും ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ടും അതിൻ്റെ കാര്യമായിട്ടും പറയുന്നതായിരിക്കും രഹസ്യം.